ഇത് ഒരു ഒരു ഹൊറർ ത്രില്ലർ, ഒരു പാരാനോർമൽ ആക്ടിവിറ്റിയൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ത്രില്ലറാണ്. പക്ഷേ ഇത് ഒരു ഈ ഓഫ് ബീറ്റ് എന്നുള്ള പ്രൊഡക്ഷൻ കമ്പനി അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇതൊരു ഓഫ് ബീറ്റ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ് ഇതിൻ്റെ. ഒരു പക്ഷെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെയുള്ള ഒരു മൂവിയാണ്. ഒരുപാട് ലൗഡ്നെസ് ഇല്ല, ഒരു ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കുന്നതൊക്കെ ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മളുടെ കൺവെൻഷണൽ ഒരു സിനിമയുടെ ബഹളങ്ങൾ ഇല്ല. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റിൽ അതിൻ്റെ ക്യാമറ ആയാലും എഡിറ്റിംഗ് ആയാലും സൂരജാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മ്യൂസിക്കിലും അത് ശ്രമിച്ചിട്ടുണ്ട്. സോങ്സ് ഉണ്ട്, ഹരി നാരായണൻ എഴുതിയിട്ടുള്ള സോങ്സ് ഉണ്ട്. പിന്നെ റസൂൽ പൂക്കുട്ടി അദ്ദേഹം എൻ്റെ സൗണ്ട് മാനേജ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു സൗണ്ട്സ്കേപ്പിൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ട്രെയിലർ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ കൊണ്ടുവന്നാണ്. ഇതിൻ്റെ ഓഡിയോ ഡിസൈനിനും അതുപോലെ മ്യൂസിക്കിനും എല്ലാത്തിനും ഈ ഒരു ഫീൽ സിനിമയ്ക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവരാൻ പറ്റി. കുറച്ച് സമയം അതിന് കിട്ടി എന്നുള്ളത് ഒരു ഫോർച്യൂണായിരുന്നു. ഇത് തിയേറ്ററിലെത്തുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. എനിക്ക് ഈ ഓഡിയോ ട്രെയിലറിൽ കേട്ട ഈ പാട്ടിലെ ശബ്ദം എൻ്റേതാണ്. അപ്പോൾ ഇതിന് ആദ്യം തന്നെ വിജയപാൽ സാറിനോടും ജയദീപ് സാറിനോടും ഒരു ബിഗ് താങ്ക് യു. ഈ പാട്ട് ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സാറിനോട് ചോദിച്ചത് ഇത് സാറിന് തന്നെ പാടിയാൽ പോലെ എന്നാണ്. കാരണം അത്ര സോളോട് കൂടിയാണ് സാർ എനിക്കത് പാടിയതിൻ്റെ ഡമ്മി അയച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും ആത്മാർത്ഥത ആ പാട്ടിനോട് കാണിക്കാൻ പറ്റിയെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ കാണുക. ജനുവരിയിൽ റിലീസാണ്. അപ്പോൾ ഇത്രയും താങ്ക് യു. എന്നോട് പറഞ്ഞിരുന്നു 2 ലൈൻ ഈ പാട്ട് പാടണം എന്നുള്ളത്. ചെപ്പിയുടെ ചോറുമുത്തുപോലെ ദക്ഷകൻ കാക്കുന്ന രത്നം പോലെ നാട്ടരാജന്റെ അറപ്പുരയിൽ പാർക്കും മുകിലത്തി തമ്പാട്ടി മിന്നലല്ല വള്ളിയല്ല മാരിവില്ലല്ല മാമ്പൂവല്ല ദേവിയെ ഓർത്ത് കിടന്ന പെണ്ണിൻ നേരിടുപ്പിൽ കൊതി തീപെരുത്ത്. ആക്ച്വലി എന്ത് എക്സ്പെക്ട് ചെയ്യണമെന്ന് അറിയാണ്ടാണ് ഞാൻ വന്നത്. സജീദ് ഇൻവൈറ്റ് ചെയ്തു, വന്നു. ഓഡിയോ ടീസർ ലോഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് വെരി ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എന്താണ് സംഭവം എന്ന് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് സച്ച് എ ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ്. കുഡോസ് ടു ദ ടീം ഫോർ പുട്ടിംഗ് അപ്പ് ദിസ് ടുഗെദർ. And I wish all the best for this film. This cinema already it's won a few awards, alle. It's traveled across the world and won a few awards, and I hope that it gets a great reception here as well in January when you release the film. Good luck to the team. Audio release ആക്കണം എന്ന് തോന്നിയത് ഇത് സൗണ്ടിന് ഈ സിനിമയ്ക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് സിനിമ കൺസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൗണ്ടിന് ആദ്യം ശബ്ദത്തിൻ്റെ സൗണ്ട്സ്കേപ്പ് എന്ന് നമ്മൾ പറയില്ലേ, ഇൻക്ലൂഡിങ് മ്യൂസിക്, സൗണ്ട് ഡിസൈൻ, എല്ലാത്തിനും ഈ സിനിമയുടെ ഇനി വരാൻ പോകുന്ന സിനിമയ്ക്ക് ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ് റസൂലിൻ്റെ ഐഡിയ ആയിരുന്നു അത്. നമുക്കങ്ങനെ ഒരെണ്ണം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഒരു സൗണ്ട് ട്രെയിലർ. പിന്നെ ഉറപ്പായിട്ടും അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു അറ്റൻഷൻ കൂടി കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 4 പാട്ടുകളുണ്ട്. അതും 4 എണ്ണം ഒരുപാട് പ്രത്യേകതകളുള്ള പാട്ടാണ്. 2 എണ്ണം ഒരു ഫോക്കിഷ് ആയിട്ടുള്ളൊരു പാട്ടാണ്. പിന്നെ ഒരു ഉറുദു സോങ് ഉണ്ട്. പിന്നെ അതൊരു ഇൻ്റർനാഷണൽ സിംഗറാണ് പാടിയിട്ടുള്ളത്, സെയ്ബ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ എന്താ പറയുക, കോക്ക് സ്റ്റുഡിയോയിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ളൊരു സിംഗറാണ്. പിന്നെ 2 മലയാളം പാട്ടുകൾ ഹരിനാരായൺ എഴുതിയിട്ടുണ്ട്. അങ്ങനെ സൂരജ് സന്തോഷ് പാടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ
ഒരുപാട് നാളുകളായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നമ്മൾ ആ VL എന്നൊക്കെ പറയുന്ന ബാൻഡ് നമ്മൾ അറിയാമല്ലോ, അതിൽ ആദ്യം പാടിക്കൊണ്ടിരുന്ന ആനന്ദ് എന്ന് പറയുന്ന സിംഗറുണ്ട്, ഇപ്പോൾ US അദ്ദേഹത്തിൻ്റെ ഒരു ചേക്കേലടിക്കും മുമ്പേ എന്ന് പറയുന്ന പാട്ട് വലിയ ഹിറ്റായിരുന്നു ആ സമയത്ത്. അദ്ദേഹം ഇതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വൈവിധ്യമുള്ള ഒരു ഗാനങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സൗണ്ടിന് പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണ് ഒരു ഓഡിയോ ട്രെയിലർ പ്ലാൻ ചെയ്തത്. സൗണ്ടിന് പ്രാധാന്യമുണ്ടെന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ്, ഇതൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഐഡിയ അല്ല. പൊതുവെ നമ്മൾ കേൾക്കുമ്പോൾ പാരാനോർമൽ ത്രില്ലർ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഐഡിയ അല്ല. ബട്ട് അത് കൺസീവ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ അപ്രോച്ച് എല്ലാം നമ്മൾക്ക് അത്ര പരിചിതമല്ലാത്തതാണ്. ഒരു 17th സെഞ്ച്വറിയിലെ ഒരു ഫോക്ലോറിൽ നിന്നിട്ട് ഇപ്പോഴത്തെ ഒരു യൂറോപ്പിൽ ഉള്ള ഒരു പാരാനോർമൽ സ്റ്റഡീസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റിലെത്തി നിൽക്കുകയും അങ്ങനെയൊക്കെയുള്ളൊരു ട്രാവലുള്ളൊരു മൂവിയാണ്. ആൻഡ് ഇറ്റ് ഹാസ് ദാറ്റ് എസ്തെറ്റിക്സ്, ഒരു ആർട്ട് വർക്കിൻ്റെ എസ്തെറ്റിക്സ് ഉണ്ട്. ലോക കല എന്ന് പറയുന്ന ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു എസ്തെറ്റിക്സ് ആ മൂവിയിൽ ഉള്ളതായിട്ട് ഞാൻ ചെയ്തപ്പോൾ ഫീൽ ചെയ്തു. അതാണ് എൻ്റെ പ്രത്യേകത. റസൂൽ സാറിനോട് കൂടെ ചേർന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കോംബോ? ആദ്യമായിട്ടല്ല എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും അദ്ദേഹം ഒരു വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ ക്രിയേറ്റീവാണ് സംസാരത്തിലും. നമ്മൾ ഇതിനു മുമ്പും പത്തേമാരി പോലുള്ള സിനിമയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സിനിമ മാത്രമല്ല, ഹീസ് കൈൻഡ് ഓഫ് എല്ലാവർക്കും അറിയാം, അദ്ദേഹം വളരെ സോഷ്യലി പൊളിറ്റിക്കലൊക്കെ വെൽ അവെയർ ആയിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ അങ്ങനെ വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള സംസാരത്തിൽ ഒക്കെ പോകുന്നൊരു ആളാണ്. ആ രീതിയിൽ ടിപ്പിക്കൽ ഒരു കേസ് എന്ന് പറയുന്ന ഒരു റിയൽ ഇൻസിഡൻ്റ് അല്ല, പക്ഷേ ഇത് ലോകത്തെമ്പാടും. ഇപ്പം ഇതിൽ പ്രോട്ടോകോണിസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് റിസർച്ച് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരുപാട് കേസുകൾ ഇതിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. റിയൽ കേസുകൾ വളരെ സട്ടിലായിട്ട് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ സംഭവിക്കാം എന്ന് തോന്നുന്ന ഒരു പരിപാടിയാണ്. അതെ, അതിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ നിന്ന് തുടങ്ങി അത് ഈ പറഞ്ഞ പോലെ ഒരു ലീനേജിൻ്റെ ഒരു ബന്ധത്തിൻ്റെ, ഈ പറഞ്ഞ പോലെ ജന്മങ്ങൾക്കപ്പുറത്തുള്ള എന്നൊക്കെ പറയുന്ന ഈ പാരാനോർമലൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വളരെ എന്താ പറയുന്ന നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി വരുന്ന ഒരു ത്രെഡാണ് ഉണ്ണിയാറിൻ്റെ സഹായത്തോടെ എൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. മലയാളമാണ് ബേസിക്കലി, ബട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. തമിഴിലും കന്നഡയിലും ഹിന്ദിയിലും റിലീസ് ചെയ്യുന്നു. ഒരു ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ പെർഫെക്ഷനിലേക്ക് സിനിമയിൽ എത്തിയ ടോക്കീസിൽ അത് കാണാൻ പറ്റുക, കേൾക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളൊരു മോഹമാണ്. ഇപ്പോൾ ഏത് സിനിമ ചെയ്താലും നമ്മൾ എൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ നമ്മളിവിടെ മിക്സിംഗ് തിയേറ്ററിൽ കേൾക്കുന്ന അതേ സ്വഭാവത്തിൽ എല്ലാ തിയേറ്ററിലും കേട്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ടല്ലോ പൊതുവെ. പക്ഷെ സിനിമയിൽ പല തിയേറ്റേഴ്സും പല ബിഹേവിയറാണ് സൗണ്ടിന്. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. കാരണം എന്താ വെച്ചാൽ ചില തിയേറ്ററുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരേ സിനിമ തന്നെ രണ്ട് സ്ഥലത്ത് കാണുമ്പോൾ രണ്ട് ഫീലിങ്സ് ഉണ്ടാകും. നമുക്ക് അതിനകത്ത് ഒരു പരിധിവരെ നമുക്ക് ഒരു സോഴ്സ് സ്പേസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പരിധി കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ കാലിബ്രേഷൻ, സ്പേസിങ്, അക്കോസ്റ്റിക്സ് എല്ലാം ഇതിനകത്ത് ഡിസസീവായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു വ്യത്യാസം. അത് സൗണ്ടിൽ മാത്രമല്ല, പ്രൊജക്ഷനിൽ നമ്മൾ കാണാറുണ്ടല്ലോ, പ്രൊസിഷൻ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. Lead actor is Kishore Kumar. I think you know he was in Kantara opposite. So he's the lead actor, very good national appeal. Shruti Menon, and then we have 5 kids who are doing very well now. When we were shooting the film, they were just coming up. So around 5 upcoming Malayali stars are there, between 2 female and I think 3 male actors. So good mix of 3 main characters, Meryl with Shruti and Kishore are the main 3 leads, and then there are 4 support who are part of the film in the found footage, which is the initial starting from where the story starts.